നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ പ്രഭാത പ്രാർത്ഥനകൾക്ക് ഹിന്ദു വിശ്വാസ ചുവയുണ്ടെന്നും അതിനാൽ അവ നിരോധിക്കണമെന്നുമുള്ള ആവശ്യം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റി. വിദ്യാലയങ്ങളിലെ പ്രഭാത പ്രാർത്ഥനകൾ നിരോധിച്ചാൽ അത് മറ്റൊരു ശബരിമല വിഷയം പോലെ ആകുമോ എന്ന ആശങ്കയും ഉയരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ ഈശ്വര പ്രാർത്ഥന ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടതാണെന്നും അതിനാൽ അത് നിർത്തലാക്കണമെന്നുമാണ് ആവശ്യം. രാജ്യത്തെ 1125 കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിവിധ മതവിശ്വാസികളായ പാടുന്ന കുട്ടികളെല്ലാം അസതോമ സദ്ഗമയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനമാണ് മതത്തിൻ്റെ പേരിൽ ഇപ്പോൾ വിവാദമാകുന്നത്. ഈ ഗാനം ഹിന്ദുമതം വളർത്താനും കുട്ടികളെ വഴിതെറ്റിക്കാനുമാണെന്നും ഹർജിയിൽ പറയുന്നു. എല്ലാ മതക്കാർക്കും അസതോമ സദ്ഗമയ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ഗാനം അംഗീകരിക്കാനാവില്ലത്രേ. ഏതെങ്കിലും ഒരു മതത്തിന് പ്രചാരം നൽകുന്നത് ശരിയല്ല. ഒരു തരത്തിലുള്ള പ്രാർത്ഥനകളും ആവശ്യമില്ല. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിന് പ്രാർത്ഥനകൾ തടസ്സം നിൽക്കുന്നു. ഏറ്റവും അധികം ശ്രദ്ധേയമായ വാദം ഇതാണ്: പ്രതിബന്ധങ്ങൾ തരണം ചെയ്യാൻ പ്രായോഗിക മാർഗങ്ങൾ തേടുന്നതിന് പകരം ദൈവത്തിൽ അഭയം തേടാനാകും വിദ്യാർത്ഥികൾ ശ്രമിക്കുകയെന്നും ഹർജിയിൽ പറയുന്നു. കുട്ടികൾ പഠിക്കുന്ന കാര്യത്തിൽ പോലും ദൈവത്തിന് വിടുവാൻ ഇടയാകും. എന്നിട്ട് അവർ പഠിക്കാതിരിക്കുകയും യുക്തിക്കും ബുദ്ധിക്കും കൊണ്ട് പരിഹരിക്കേണ്ട കാര്യങ്ങൾ ഇല്ലാത്ത ദൈവങ്ങളിലേക്ക് എത്തിക്കുകയുമാണെന്ന് പറയുന്നു. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്. നിരീശ്വരവാദമാണ് ഹർജിയുടെ പിന്നിൽ. മാത്രമല്ല, ശബരിമല കേസിൻ്റെ പിന്നിൽ ഒളിഞ്ഞുകിടക്കുന്ന കാര്യവും ഇതുതന്നെ. അതിനാൽ കേന്ദ്രീയ വിദ്യാലയങ്ങളിലെ അസംബ്ലിയിൽ ഒരു തരത്തിലുള്ള പ്രാർത്ഥനയും വേണ്ടെന്ന് നിർദ്ദേശിക്കണമെന്നും ഹർജിയിൽ പറയുന്നു. അതായത് എല്ലാവിധത്തിലുള്ള ദൈവവിശ്വാസവും പ്രാർത്ഥനയും നിരോധിക്കണമെന്ന വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നൊരു കേസാണിത്. മതവിശ്വാസത്തിനെതിരായ വലിയ നീക്കങ്ങൾ രാജ്യവ്യാപകമായി കടന്നു വരുന്ന കാലഘട്ടമാണിപ്പോൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.